പോയി. എന്നിട്ട് മട്ടാഞ്ചേരി കരാറിന് മട്ടാഞ്ചേരി സംവാദം എന്ന് പേരിട്ട് നിങ്ങൾ CD ഇറക്കി. ഇനി ഇവിടെ വെച്ചും നിങ്ങൾ അത് ആവർത്തിക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അത് നടപ്പാവുകയില്ല. അതുകൊണ്ടാണ് അഡ്വാൻസായി ഞങ്ങൾ വ്യക്തമായി കരാറിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ധാരണയുണ്ട്. നിങ്ങളെന്താ ഈ വിഷയത്തിൽ വന്നാൽ ഞങ്ങളുടെ തൗഹീദ് പൊളിഞ്ഞു എന്ന് പറഞ്ഞ് ഇസ്ലാം വായിച്ചൂടെ? അവിടെ വെച്ച് വായിച്ചാൽ ഞങ്ങൾ മറുപടി കൃത്യമായി പറയും. നിങ്ങൾ വായിച്ച ഓരോ ഉദ്ധരണിക്ക് മറുപടി പറയും. ജിന്നോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ പറ്റില്ലേ, കൃത്യമായ മറുപടി അവിടെ പറയും. അതുപോലെ തന്നെ മലക്കിനോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ പറ്റില്ലേ, കൃത്യമായ മറുപടി അവിടെ പറയും. അതിനാണ് വാദപ്രതിവാദം. കരാറിന് വന്ന് നിങ്ങൾ വാദപ്രതിവാദമാക്കി മാറ്റി അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലാക്കി ഈ കരാറ് നടക്കാതെ പോവുക എന്ന് നിങ്ങളുടെ ആവശ്യമായിരിക്കാം. ഏതായിരുന്നാലും ഈ കരാറിന്റെ അപ്പുറത്ത് ഒരു വർത്തമാനം ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എഴുതിയ ആ വാദത്തിൽ വാദപ്രതിവാദം നടത്താൻ വേണ്ടി ഉള്ള ചർച്ചയാണ്. ആ ചർച്ചയിൽ ഒതുങ്ങി നിൽക്കുകയല്ലാതെ അതിനപ്പുറത്തേക്ക് വഴുതിപ്പോകാമെന്ന നിങ്ങളുടെ ദുർവാശി ഇവിടെ നടക്കുകയില്ല. ഞങ്ങൾ അതിന് സമ്മതിക്കുകയില്ല. ഇവിടെ കൃത്യമായി ഈ വിഷയത്തിലാണ് വാദപ്രതിവാദം നടത്തേണ്ടത്. അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയല്ലേ ഞങ്ങള് ഈ തോഹ സാഹിബ് തന്നെയാണ് ആ വിഷയം ഇവിടെ എടുത്തിട്ടത്. നിങ്ങൾ പറഞ്ഞു മാറ്റിയിട്ടില്ല, അവിടെയാണ് ഞങ്ങൾ ഇടപെട്ടത്. അല്ലെങ്കിൽ അത് പിൻവലിക്കണം, നിങ്ങൾ മാറ്റിയിട്ടുണ്ട്, അതാണ് നമ്മുടെ വിഷയം. കാര്യം അങ്ങനെ തന്നെ നടക്കും. നിങ്ങൾ പേടിക്കണ്ട. വാദപ്രതിവാദത്തിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും രക്ഷപ്പെടൂല. ഞങ്ങൾ എഴുതുന്നത് 500 ആൾ ഇവിടെ എഴുതി അതേ വാദം, വേറെ ഒരു വിഷയം നടക്കൂല. പക്ഷേ തോഹ സാഹിബ് ഇടയ്ക്ക് ഇവിടെ ഒരു വിഷയം എടുത്തിട്ടു. ഞങ്ങൾ പഴയകാല തൗഹീദിലാണുള്ളത്. മൗലവി നിങ്ങളെ കയ്യിൽ മറുപടി ഉണ്ടെങ്കിൽ എടുക്ക് മറുപടി. ഈ തോഹ സാഹിബിന്റെ വാദത്തെയാണ് ഞാൻ ഖണ്ഡിക്കുന്നത്. നിങ്ങൾ മാറ്റിയിട്ടുണ്ട്. എഴുന്നേറ്റതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടെങ്കിൽ കേട്ടോടി, നിങ്ങൾക്ക് എഴുന്നേറ്റിരിക്കാം. ഞാൻ പറയട്ടെ, പുസ്തകം എടുത്ത് കാണിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ്. തീർച്ചയാണ്. ഇപ്പൊ ജിന്നിനോട് പ്രാർത്ഥനല്ലേ, ശരി, ഞങ്ങൾ പഠിപ്പിച്ചു നിങ്ങൾക്ക്. നിങ്ങളെ സർക്കുലറും നിങ്ങളെ പുസ്തകങ്ങളുടെ കയ്യിലുണ്ട്. എന്തിനാൽ എന്ത് അത്ഭുതമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്? അത്ഭുതം നിങ്ങൾ തന്നെയല്ലേ, നിങ്ങൾ നിങ്ങളുടെ കയ്യിലാക്കും. അതാ വലിയ കാര്യം. പോയത്തല്ലാതെ എന്താ അതൊക്കെ. അതുകൊണ്ട് പറയുന്നു, ജനങ്ങളൊന്ന് പഠിക്കട്ടെ. പഴയ കാലത്ത് നിങ്ങൾ എഴുതിയ പുസ്തകം ഇതാ, ഇത് കുഞ്ഞീത് മദനിയുടെ പുസ്തകം. എങ്ങനെ സഹായം കിട്ടുന്നു എന്നറിയാതെയുള്ള സഹായം പാടില്ല. കൃത്യമായി ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഫാത്തിഹയുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങളിൽ. എന്നാ കണ്ടോ, ഈ ജബ്ബാർ മൗലവി എഴുതുന്നു. എന്താ എഴുതുന്നത്? എന്താ കേട്ടോ? പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായ നേട്ടം അതിലില്ല. അത് കൊണ്ട് അദ്ദേഹം അതാ വീണ്ടും ഇതിൽ എഴുതി. അതൊരിക്കലും ശിർക്കാണെന്ന് പറയാൻ സാധ്യമല്ല. എന്നിട്ട് കൃത്യമായി ഇതിലിതാ തിരുത്തുമൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, ആവശ്യമായ സമയത്ത് വരും. ഇതിൽ ചോദിച്ചു ജബ്ബാർ മൗലവിയോടൊരു ചോദ്യം, എങ്ങനെ സഹായിക്കുന്നു എന്നറിയാതെയുള്ള സഹായം ശിർക്കാവൂലേ? അതിന് ഈ ഇസ്രാഹിൽ കൊടുത്ത മറുപടി സഹോദരന്മാരെ കേട്ടോളൂ. അങ്ങനെ ഒരു വിശ്വാസം ഈ ലേഖകനില്ല. എങ്ങനെ സഹായം കിട്ടുന്നു എന്ന് അറിയേണ്ടതില്ല. അപ്പൊ നിങ്ങളുടെ ഈ രണ്ട് പുസ്തകവും തമ്മിൽ വ്യക്തമായ എതിരാണ്. അതാ ഞാൻ പറഞ്ഞത്, തോഹാമ അവരുടെ പരാമർശം പിൻവലിക്കണം. നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, നിങ്ങൾ മാറ്റിയിട്ടുണ്ട്. തീർച്ചയായും ജിന്ന് മലക്ക് വിഷയത്തിൽ നിങ്ങൾ അതുകൊണ്ടല്ലേ സർക്കുലർ ഞങ്ങൾക്കിങ്ങനെ ഒരു കാലത്തിന്റെ ഇടക്കുണ്ടായിട്ടുണ്ട്. നിങ്ങളെന്താ പറഞ്ഞത്? ഈ രണ്ട് സംവാദ വ്യവസ്ഥകളിൽ മാത്രമല്ല, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രസംഗവേദികളിലും എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ ലേഖനങ്ങളിലും മുസ്ലിയാക്കൾ സഹായത്തേട്ടവാദം ഉന്നയിച്ചുകൊണ്ട് പലരെയും ഇവർ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ഇപ്പോൾ ഞാൻ ചോദിച്ചു, ജിന്നിനോട് സഹായം തേടാമെന്ന് പറയുന്ന സക്കരിയ മുശ്രിക്കാണോ? അതും പറഞ്ഞില്ല. സക്കരിയ ഫലാഹിയുടെ പ്രസംഗത്തിന് മറുപടി പറയലല്ല എന്റെ ജോലി. ഞാൻ തോട്ടുമുഖത്ത് പ്രസംഗിച്ച പ്രസംഗത്തിന് മറുപടി പറയലാണ് എന്റെ ജോലി. അത് പോയോ? അത് മറന്നുകൊണ്ട് സംസാരിക്കല്ലേ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും വ്യവസ്ഥ പാലിക്കണം. ഞാനിവിടെ വായിച്ചതെന്താണ്? അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നവരുടെ മാർഗം അത് പിഴച്ച മാർഗമാണ്, ഫസാദിന്റെ മാർഗമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടെന്താണ്? വഅമ്മാ അഹ്ലുസുന്നത്തി അല്ലദീന ഫവ്വദു തദ്ബീറ വത്തക്വീന വൽഇബ്ദാഅ വൽ ഖൽഖ ഇലൽ ഹഖ് സുബ്ഹാനഹു വതആല. സർവ്വകാര്യങ്ങളും പടച്ച തമ്പുരാനിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ വഅതഖദു, അവർ വിശ്വസിച്ചിരിക്കുന്നത് അന്നഹു ലാ മൂജിദ വലാ മുഅ്സിറ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ സൃഷ്ടിക്കുന്നവനും നന്മ സൃഷ്ടിക്കുന്നവനും അല്ലാഹയല്ലാതെ വലാ മുഅ്സിറ
ഫലം ചെയ്യുന്നവനും അള്ളയല്ലാതെ മറ്റാരും തന്നെയില്ല. ഫഹുമുല്ലദീന അസ്ലമൂ വുജൂഹഹും ലില്ലാഹ്, അവർ അവരുടെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിലാണ് സമർപ്പിച്ചിട്ടുള്ളത്. വഅവ്വലൂ ബിൽ കുല്ലിയത്തി അലാ ഫളില്ലാഹ്, ലോകത്ത് നടക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും അത് അല്ലാഹുവിൻ്റെതാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അവരുടെ ജീവിതത്തിൽ അവർ അല്ലാഹുവിനെയാണ് സർവ്വ ആവശ്യങ്ങൾക്കും വിളിക്കുന്നത്. അവർ രക്ഷപ്പെടുമ്പോൾ അല്ലാഹുവാണ് രക്ഷപ്പെടുത്തിയത് എന്നാണ് അവർ പറയുന്നത്. അവർക്ക് കാവൽ ലഭിക്കുമ്പോൾ അല്ലാഹുവാണ് കാത്തത് എന്നാണ് പറയുന്നത്. ഇവർ ഒരു ആപത്തിൽ അകപ്പെടുമ്പോഴും മശായിഖന്മാര് കാത്തു എന്നല്ലേ പറയുന്നത്. ജിന്നെ സഹായിക്കണേ, മലക്കെ രക്ഷിക്കണേ എന്ന വിളി ഷിർക്കാണോ അല്ലയോ എന്ന സുന്നികളുടെ ആവർത്തിച്ചുള്ള വെല്ലുവിളിക്ക് അത് ഷിർക്ക് തന്നെയാണെന്ന് തുറന്നു പറയാൻ ഈ രണ്ട് വ്യവസ്ഥകളിലും നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ഈ വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ടത് ഇസ്ലാഹ് മാസികയും ചില എഴുത്തുകാരും പ്രാസംഗികരുമാണ്. അനാവശ്യവും അപകടകരവുമായ വിവാദങ്ങൾ ചിലർ ഏറ്റുപിടിച്ച് മുന്നോട്ടു പോകുമ്പോൾ നാം എന്തിന് അതിന് കൂട്ടുനിൽക്കണം? ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നടന്ന മണ്ണാർക്കാട് സംവാദത്തിൽ ഇപ്പോൾ ഈ വിവാദങ്ങൾക്കൊക്കെ കാരണമായി തീർന്ന മരുഭൂമിയിലെ സഹായത്തേട്ട ഹദീസ് സക്കരിയ സ്വലാഹി തന്നെ ദുർബലമാക്കുന്നത് കാണുക. പിന്നെ യാ ഇബാദല്ലാഹി യഗീസൂനി എന്ന് കൽപ്പനയുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ നമ്മൾ രണ്ടാമത്തെ പ്രമാണം എഴുതുമ്പോൾ സഹീഹായ ഹദീസ് എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. അതെന്തിനാറിയോ? ഇതുപോലുള്ള ദുർബല ഹദീസുകൾ നിങ്ങൾ ഇവിടെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ്. ദുർബലമാണ് ഹദീസ്. അതിന്റെ ദുർബലത ഹദീസ് പണ്ഡിതന്മാര് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണം. അത് ഏതെങ്കിലും പ്രത്യേക ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല, തർക്കത്തിലുള്ള ഇസ്തിഗാസയല്ല. ഒരു വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മളെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ വിളിച്ചു പറയുന്നതാണ് ഇബാദല്ലാഹി യഗീസൂനി എന്ന്. വിളിച്ചു പറയുന്നത് ദൂരത്ത് മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ, അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള അദൃശ്യ സൃഷ്ടികളായ മലക്കുകളോ മുസ്ലിം ജിന്നുകളോ സഹായിക്കട്ടെ എന്നതാണ്. അതാണ് ഇവിടെ യഥാർത്ഥ തർക്കത്തുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. നേരെ മറിച്ച് ആ സന്ദർഭത്തിൽ നിങ്ങൾ വൈദ്യുതിയെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണെങ്കിലോ അത് ശിർക്കാണ്. അതിന് നിങ്ങളെ തെളിവ് കൊണ്ടുവരേണ്ടത്. ഇത് ദുർബലമായ ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ് തെളിവ് ധരിക്കേണ്ടത്. നിസ്സാരമായതോ സങ്കീർണമായതോ ചെറുതോ അതോ വലുതോ, കടലിൽ വെച്ചോ കരയിൽ വെച്ചോ, അങ്ങനെ ഏതേത് സന്ദർഭങ്ങളായാലും എന്തെന്ത് വിഷയങ്ങളായാലും എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹുവോട് മാത്രം സഹായം തേടണമെന്നാണല്ലോ തൗഹീദിന്റെ താൽപര്യം. പർവ്വതങ്ങൾ പോലുള്ള തിരമാലകൾ വന്ന് കപ്പലിനെ മൂടിയാലും അള്ളാഹുവോട് മാത്രം തേടണമെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് ദുർഘട നിമിഷങ്ങളിൽ അള്ളാഹുവോട് മാത്രം സഹായം തേടണമെന്നാണല്ലോ. അള്ളാഹു ഏറ്റവും അടുത്തുള്ളവനും നമ്മുടെ കണ്ടനാടിയേക്കാൾ അടുത്തുള്ളവനാണെന്നും മയക്കവും ഉറക്കവും ഇല്ലാത്തവനാണെന്നും ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാണെന്നും ആകാശത്തിലാകട്ടെ കരയിലാകട്ടെ പാറക്കെട്ടുകളിലാകട്ടെ ഏതൊരു നിസ്സാര വസ്തുവേയും അള്ളാഹു കൊണ്ടുവരുന്നവനാണെന്നും ഇത്തരം പ്രയോഗങ്ങളൊക്കെ ഖുർആനിൽ അള്ളാഹു ആവർത്തിച്ച് ഉണർത്തുന്നത് ഏതൊരു വിഷമമുണ്ടായാലും അവനോട് തേടിയാൽ മതി എന്നതുകൊണ്ടാണ്. പിന്നെ എങ്ങനെയാണ് മരുഭൂമിയിൽ അകപ്പെട്ടാൽ മാത്രം ജിന്നെ സഹായിക്കണേ മലക്കെ സഹായിക്കണേ എന്ന പ്രശ്നം ഉത്ഭവിക്കുന്നത്? അല്ലാഹുവല്ലാതെ മറ്റാരും തന്നെ അദൃശ്യകാര്യങ്ങളോ ഭാവിയോ അറിയില്ല എന്നാണല്ലോ തൗഹീദിന്റെ കാതൽ. അതുതന്നെയാണല്ലോ നാം ഇതുവരെ പ്രചരിപ്പിച്ചതും. ഇനിയോ രണ്ടാമത് നമ്മൾ ഇവരോടൊക്കെ തേടാനുള്ള കാരണം എന്താ? നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ രഹസ്യമായ കാര്യങ്ങള് മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാൻ ഈ ജാതി തങ്ങന്മാർക്കും ബീവിമാർക്കും ഒക്കെ കഴിയുന്ന അല്ലേ? ബീവിമാരൊക്കെ കറാമത്ത് എന്തൊക്കെയാ പറയല്? നമ്മളങ്ങോട്ട് ചെന്നാ മതി, നമ്മളങ്ങോട്ട് ചെന്നാ മതി, എന്താ സംഗതി ഇങ്ങോട്ട് പറയുന്ന. നമ്മള് ബീവിയുടെ അടുക്കലേക്ക് തങ്ങളടുക്കലേക്ക് നമ്മളൊരാവശ്യമായിട്ട് ചെന്നാൽ അപ്പൊ പറയും, ഇപ്പോ ഭർത്താവിന് വിസ കിട്ടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ കുറെ കാലമായി ഭർത്താവ് ഗൾഫിലാണ്, എന്തോ നിയമപ്രശ്നം കൊണ്ട് കുരുങ്ങിക്കിടക്കാണ്, അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയാണ് ഭാര്യ ബീവിയുടെ അടുക്കലേക്ക് തങ്ങളേക്ക് ചെല്ലുന്നതെങ്കിൽ അപ്പൊ തങ്ങൾ പറയും, ഭർത്താവ് കുറെ കാലമായി ഗൾഫിലാണല്ലേ, പ്രശ്നമാക്കണ്ട, തിരിച്ചു വരും, ഒക്കെ പണിയുണ്ട് എന്ന് മൂപ്പർ ഇങ്ങോട്ട് പറയും. അത്രയേറെ മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയും. നേരത്തെ നിങ്ങൾ കേട്ടില്ലേ,
തങ്ങൾ പാപ്പ പറഞ്ഞു, ഫക്കീർ പാപ്പ പറഞ്ഞു പോകരുത്, സുബീസ്കരിച്ചിട്ടേ പോകാൻ പാടുള്ളൂ, അതിന്റെ മുന്നേ പോയതല്ലേ കുഴപ്പം പറ്റിയത് എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതല്ലേ പാടുന്നതും കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ